അള്ളാഹുവിനോട് നമുക്കുണ്ടാവണം. അപ്പോൾ നാം അള്ളാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ തയ്യാറാകും. സ്വഹാബാക്കളെ സമർപ്പിച്ചില്ലേ? തന്റെ സമ്പത്ത് സമർപ്പിച്ചില്ലേ? തന്റെ ജീവൻ പോലും അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിച്ചില്ലേ? എന്റെ സഹോദരങ്ങളെ, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു പടച്ചട്ട അണിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചുകൊണ്ട് പറയുകയാ, ഓ സഅദ് ഇബ്നു അബീ വഖാസ്, നാളത്തെ പ്രഭാതം പൊട്ടി വിടരുമ്പോൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉഹദിന്റെ പോർക്കളത്തിലേക്ക് നമ്മൾ പോകുകയല്ലേ? ഉഹദിന്റെ പോർക്കളത്തിലേക്ക് നമ്മൾ പോകുകയല്ലേ? അതിനു മുമ്പ് നമുക്കൊന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കാം, പടച്ചവനോട് ദുആ ചെയ്യാം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാ, എന്നെ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് വിളിച്ചുകൊണ്ട് മൈതാനത്തിന്റെ ഒരു പ്രദേശത്ത് ആരും കാണാത്ത ഒരു സ്ഥലത്ത് എന്നെ വിളിച്ചുകൊണ്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് പ്രാർത്ഥിക്കുകയാ. എന്താണ് പ്രാർത്ഥനയെന്നറിയോ? പ്രപഞ്ചനാഥനായ പരിപാലകനായ പരമാധികാരിയായ പടച്ചതമ്പുരാനെ, നാളെയുടെ പ്രഭാതം പൊട്ടി വിടരുമ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉഹദിന്റെ പോർക്കളത്തിലേക്ക് ഞങ്ങൾ പോകുകയാ. ഉഹദിന്റെ പോർക്കളത്തിലേക്ക് ഞങ്ങൾ പോകുകയാ. ആ സമയത്ത് കരുത്തരായ രണശൂരനായ മല്ലനായ ഒരു ശത്രുവിനെ എന്നിലേക്ക് നീ നിയോഗിക്കണേ അല്ലാ. ആ മനുഷ്യനുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യണം പടച്ചവനെ, അവൻ ഞാനുമായിട്ടും യുദ്ധം ചെയ്യണം പടച്ചവനെ. അവസാനം അവൻ എന്നെ പരാജയപ്പെടുത്തണം, അവസാനം അവൻ എന്നെ പരാജയപ്പെടുത്തണം. എന്നിട്ട് എന്റെ കൈ അവൻ മുറിച്ചെടുക്കണം, എന്റെ കാലവൻ മുറിച്ചെടുക്കണം, എന്റെ അവൻ മുറിച്ചെടുക്കണം, എന്റെ കണ്ണവൻ ചൂഴ്ന്നെടുക്കണം, എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അവൻ മുറിച്ചെടുക്കണം. അല്ലാ, നാളെ ഈ കൈയില്ലാതെ, നാളെ ഈ ചെവിയില്ലാതെ, നാളെ ഈ മൂക്കില്ലാതെ പ്രപഞ്ചനാഥനായ അല്ലാഹുവേ, നിന്റെ സവിധത്തിൽ എന്നെ ഹാജരാക്കുമ്പോ നിന്റെ കൈ എവിടെടാ അബ്ദുള്ള, നിന്റെ കാലെവിടെടാ അബ്ദുള്ള, നിന്റെ ചെവി എവിടെടാ അബ്ദുള്ള എന്ന് നീ എന്നോട് ചോദിക്കുമ്പോ എന്റെ റബ്ബേ, നിന്നെ സ്നേഹിച്ചുകൊണ്ട്, നിന്നെ സ്നേഹിച്ചുകൊണ്ട്, നിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ട്, നിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞാനിത് സമർപ്പിച്ചു അല്ലാ എന്ന് ഞാൻ പറയുമ്പോ, സദഖ്ത യാ അബ്ദുല്ലാഹ്, നീ പറഞ്ഞത് സത്യമാ, നീ പറഞ്ഞത് വാസ്തവമാണെന്ന് എന്നോട് നീ പറയണമല്ലാ. ഇങ്ങനെ ഒരു സാഹചര്യവും സന്ദർഭവും നാളെ ഉഹദിന്റെ രണാങ്കണത്തില് എന്നിലേക്ക് ഇട്ടുതരണേ അല്ലാ. ആകാശത്തിന്റെ അനന്തവിഹായസിലേക്ക് കൈയുയർത്തിക്കൊണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഈ പ്രാർത്ഥന കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്നാലും ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. അല്ലാഹുവേ സ്വീകരിക്കണേ, അല്ലാഹുവേ സ്വീകരിക്കണേ ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഹബീബായ നബി തങ്ങളോടൊപ്പം യുദ്ധത്തിന് പോയി. യുദ്ധമെല്ലാം കഴിഞ്ഞു, യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ചു. ആർക്കെല്ലാം മുറിവേറ്റിട്ടുണ്ട്, ആരെല്ലാം ഷഹീദായിട്ടുണ്ടെന്നറിയാൻ വേണ്ടി യുദ്ധരണാങ്കണത്തിലൂടെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കാണുകയാ. വ ഇന്ന അൻഫഹു വ ഉദ്നഹു മുഅല്ലഖതാനി ഫീ ഖൈതിൻ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശിന്റെ മൂക്ക്, അവന്റെ ചെവിയെല്ലാം ഒരു ചരടിൽ കോർത്തിരിക്കുന്നത് ഞാൻ കണ്ടുപോയി എന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ. എന്തുകൊണ്ട് ഇങ്ങനെ അവർക്ക് സാധിച്ചു? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. സ്വന്തം ശരീരം പോലും അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ അവർക്ക് എങ്ങനെയാ സാധിച്ചത്? അവർക്ക് അല്ലാഹുവിനോട് അതങ്ങാത്ത പ്രേമമുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു, മനസ്സിന്റെ അകത്തളങ്ങളിൽ പടച്ച തമ്പുരാനോടുള്ള ഇഷ്കുണ്ടായിരുന്നു, പടച്ച തമ്പുരാനോടുള്ള പ്രണയമുണ്ടായിരുന്നു. അങ്ങനെ പ്രണയമുണ്ടായപ്പോ തന്റെ ജീവിതം മുഴുവനും, താൻ ഈ ലോകത്ത് അനുഭവിക്കുന്ന സുഖാസ്വാദനങ്ങൾ മുഴുവനും റബ്ബിന് വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധരായി. ഇങ്ങനെ സന്നദ്ധരാവാൻ നമുക്ക് കഴിയണേ. ഇങ്ങനെ സന്നദ്ധരാവാൻ നമുക്ക് കഴിയുമ്പോഴാ നമ്മൾ യഥാർത്ഥ മുസ്ലിം ആവുക, യഥാർത്ഥ മുസ്ലിം ആവുക. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. പൂർണ്ണമായ നിലയിൽ നിങ്ങൾ അല്ലാഹുവിനോടൊക്കൽ മുസ്ലിം ആവുക, പൂർണ്ണമായ നിലയിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക. വലാ തത്തബിഊ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാലടി പാതകളെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റാൻ പാടില്ല. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാ, നിങ്ങളുടെ വ്യക്തമായ ശത്രുവാ. വിശുദ്ധ ഖുർആൻ